കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കണം, ജനങ്ങൾ കാണട്ടെ എന്നാണ് പറയുന്നത്. അയാൾ വെല്ലുവിളിക്കുന്നതിന് ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ, എനിക്കെതിരായി കേസ് കൊടുത്ത് ഞാൻ കോടതിയിൽ ഹാജരാക്കുമല്ലോ. ഇനി വെല്ലുവിളിക്കുന്നത് കോടതിയിൽ ഹാജരാക്കാൻ പറയാൻ ആരെങ്കിലും വെല്ലുവിളിക്കും? അത് ഞാൻ ഹാജരാക്കിക്കോളാം. അതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് അയച്ചപ്പോൾ മറുപടി കൊടുത്തത്. അതേ 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം, മാനനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. കേസ് കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ മാനം എങ്ങനെയാണ് 10 ലക്ഷമായിട്ട് കുറഞ്ഞത്? എങ്ങനെ കുറഞ്ഞത് 10 ലക്ഷം? കോടതിയിൽ കേസ് കിടക്കുമ്പോ അല്ലേ അത് അപ്പോഴല്ലേ നടത്തുന്നത്? തെളിവ് തുടങ്ങിയില്ലല്ലോ അവിടെ. അദ്ദേഹം ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്ന മാത്രമല്ലേ വാദം തുടങ്ങിയിട്ടുള്ളൂ, അവിടെ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ തെളിവ് ഹാജരാക്കിക്കോളാന്ന് ഞാൻ മറുപടിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. ഞാൻ എന്താ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്? കോടതിയാണ് പറഞ്ഞത് ഈ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരൻ, അതായത് വിൽഫുൾ പർച്ചേസറിന് കൊടുത്തു എന്ന് കോടതിയാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇത് മേടിക്കുന്നത് ഒരു കോടീശ്വരനല്ലേ മേടിക്കാൻ പറ്റുള്ളൂ, പാവപ്പെട്ടവന് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ആർക്കാണ് കൊടുത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. പിന്നീട് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അന്നത്തെ ആളുകൾക്ക് എല്ലാം അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കച്ചവടം നടന്നത്. എന്നിട്ട് അതിനു പകരം ഒരു വ്യാജ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തു വിട്ടത്. ഒറിജിനൽ വിറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആർക്കാണ് വിറ്റതെന്നേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചുള്ളൂ. അദ്ദേഹം അറിയണ്ടേ? അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ. മാത്രമല്ല ദേവസ്വം ബോർഡ് മെമ്പർമാരെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് അല്ലേ? CPM-ന്റെ പത്മകുമാർ മുൻ MLA ആയിരുന്ന ആളാ CPM-ന്റെ, ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതേ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് CPM വെച്ചേക്കുന്ന ആളുകളാണ്. CPM വെച്ചേക്കുന്ന ആളുകൾ അവിടെ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രൻ അറിയില്ലായിരുന്നു എന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കുക? അപ്പൊ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അദ്ദേഹമാണ് പറഞ്ഞു വിട്ടത്. അതിന്റെ തെളിവുകളൊക്കെ ഞാൻ ഹാജരായിക്കോളാം. സ്വർണം കട്ടവരാരപ്പ സഹാക്കളാണ് അയ്യപ്പ, ഇതാണ് ഇപ്പോഴത്തെ പുതിയ പ്രതിസന്ധി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഗാനം പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്? ഇത് BJP-ക്കാര് ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പൊ ഇത്രയും നൊന്തത്? പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം CPM-ന്റെ പറയുന്ന എന്റെ സ്നേഹിതനാണ്. അദ്ദേഹം പറയുന്നത് ഇത് വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നാണ്. ഈ രാജു എബ്രഹാം ആരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്? വിശ്വാസികളെ വേദനിപ്പിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത് ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് രാജു എബ്രഹാം നിൽക്കുന്നത്. അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതല്ല വിശ്വാസികളെ വേദനിപ്പിച്ചത്. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. ഗോവിന്ദന്മാരുടെ നടപടി എടുക്കില്ലെന്നാണ്. വിശ്വാസികൾ വേദനിച്ചത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തതിലാണ്. ആ സ്വർണം കവർന്നെടുത്ത ഈ ആളുകളെ CPM സംരക്ഷിക്കുകയാണ്. കാരണം അവര് വേറെ നേതാക്കന്മാരുടെ